പക്ഷേ ഒരു ദിവസം ആ തീ കെട്ടടങ്ങും. ജനങ്ങൾ ഉണരും, ചോദിക്കും, നമ്മുടെ സ്വപ്നങ്ങൾ എവിടെ, നമ്മുടെ ജീവിതം എവിടെ? ചരിത്രം അവർ അവർക്ക് വേണ്ടി മാറ്റിയെഴുതും. അന്ന് വരെയുള്ള ശരികൾ തെറ്റാവും, അതുപോലെ തിരിച്ചും. പത്രങ്ങൾ അവരുടെ തൂലികയിൽ നിന്ന് മാത്രം എഴുതും, സിനിമകൾ അവരുടെ മഹത്വം മാത്രം പാടും. ഒരു രാജ്യം, ഒരു നേതാവ്, ഒരു ശബ്ദം, ഇതാണ് ഫാസിസത്തിൻ്റെ മന്ത്രം. അവിടെ ഒരു കൊടി മാത്രം പാറും, ഒരു താളം മാത്രം മുഴങ്ങും. ഫാസിസം ഒരു മനോഹരമായ മുഖംമൂടിയാണ്, പക്ഷേ അതിനിടയിൽ ഒരു ഭയാനകത മറഞ്ഞിരിക്കുന്നു. ഇല്ലാത്ത ശത്രുവിനെ സൃഷ്ടിക്കുകയും അതിനെ ഇല്ലാതാക്കാനുള്ള ദാഹവും. നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഒരു നിമിഷം കണ്ണടച്ച് ചിന്തിക്കൂ. ഒരു ലോകം, അവിടെ ഒരു ശബ്ദം മാത്രം മുഴങ്ങുന്നു. ഒരു നേതാവിൻ്റെ നിഴൽ എല്ലാത്തെയും മൂടുന്നു. ഒരു രാജ്യത്തിൻ്റെ ഹൃദയം ഒറ്റ താളത്തിലിടിക്കുന്നു. നിങ്ങൾക്ക് ഊഹിക്കാമോ ഏതാണ് ഈ ലോകം? ഇതാണ് ഫാസിസം. ചരിത്രത്തിൻ്റെ തീനാളങ്ങൾ പോലെ ഉയർന്ന് ലോകത്തെ ഭസ്മമാക്കിയ ഒരു രാഷ്ട്രീയ സ്വപ്നം. ഇന്ന് ഈ ചെറിയ വീഡിയോയിൽ നമുക്കൊരു യാത്ര പോകാം ഫാസിസത്തിൻ്റെ ആഴങ്ങളിലേക്ക്. അതിൻ്റെ ജനനം, അതിൻ്റെ തീവ്രത, ലോകത്തെ കീഴടക്കിയ ഭരണകൂടങ്ങൾ, അവരുടെ രീതികൾ, രാഷ്ട്രീയത്തിൻ്റെ കള്ളമുഖങ്ങൾ എല്ലാം നമുക്ക് പരിചയപ്പെടാം. ആദ്യം നമുക്ക് ഒന്ന് മനസ്സിലാക്കാം, ഫാസിസം എന്നാൽ എന്താണ്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അതൊരു തീവ്രദേശീയതയുടെ ഒരു തീപ്പന്തമാണ്. ഒരു രാജ്യം, ഒരു നേതാവ്, ഒരു ശബ്ദം, ഇതാണ് ഫാസിസത്തിൻ്റെ മന്ത്രം. ജനാധിപത്യം അവർക്ക് ഒരു തമാശയാണ്. എല്ലാവരും സംസാരിക്കുന്നിടത്ത് നിന്ന് ആര് തീരുമാനിക്കും? ഒരു ശക്തനായ നേതാവ് വേണം, ഒരു ഏകാധിപതി, എല്ലാം നിയന്ത്രിക്കാൻ. അതാണ് അവരുടെ വിശ്വാസം. ഫാസിസത്തിൽ രാജ്യം ഒരു ദേവനാണ്, ജനങ്ങൾ അതിൻ്റെ ഭക്തരും. സ്വാതന്ത്ര്യം എന്നത് ഒരു മായ മാത്രം. അവിടെ ഒരു കൊടി മാത്രം പാറും, ഒരു താളം മാത്രം മുഴങ്ങും. സൈനിക ശക്തി അവരുടെ ഹൃദയമിടിപ്പാണ്. ശത്രുവിനെ സൃഷ്ടിക്കൽ അവരുടെ കലയാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നും, ഒരു രാജ്യം ഒന്നായി നിന്നാൽ എന്താണ് കുഴപ്പം? പക്ഷേ കാത്തിരിക്കൂ, ആ തീനാളത്തിൻ്റെ ഇരുണ്ട നീളുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഫാസിസം ഒരു മനോഹരമായ മുഖംമൂടിയാണ്, പക്ഷേ അതിനിടയിൽ ഒരു ഭയാനകത മറഞ്ഞിരിക്കുന്നു. ഇനി നമുക്കൊരു ചോദ്യം ചോദിക്കാം, ഈ തീമ്പന്തം എവിടെ നിന്ന് ജനിച്ചു? ഫാസിസത്തിൻ്റെ കഥ തുടങ്ങുന്നത് ഇറ്റലിയിൽ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ നാളുകളിലാണ്. ഒന്നാം ലോക മഹായുദ്ധം ലോകത്തെ തകർത്തിരിക്കുന്ന സമയം. തെരുവുകളിൽ പട്ടിണി, മനസ്സുകളിൽ നിരാശ, ഹൃദയങ്ങളിൽ ശൂന്യത. അപ്പോഴാണ് ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്നത്, ബെനിറ്റോ മുസോളിനി. മുസോളിനി ഒരു തീജ്വാലയെ പോലെ ഉയർന്നു. ഇറ്റലി ഒരു പുരാതന സാമ്രാജ്യമായിരുന്നു, അതിനെ ഞാൻ വീണ്ടും ഉയർത്തും എന്ന് അയാൾ ഉറക്കെ പറഞ്ഞു. 1922 ഒക്ടോബറിൽ റോമിൻ്റെ തെരുവുകളിൽ കറുത്ത ഷർട്ടുകൾ ധരിച്ച ആയിരങ്ങൾ അണിനിരന്നു. ഒരു മനുഷ്യൻ്റെ നേതൃത്വത്തിൽ, ഒരു ആശയത്തിൻ്റെ പിൻബലത്തിൽ ഇറ്റലി ചരിത്രത്തിൻ്റെ പുതിയൊരു പാതയിലേക്ക് കാലെടുത്തു വച്ചു. അവൻ്റെ പേര് ബെനിറ്റോ മുസോളിനി. അദ്ദേഹത്തിൻ്റെ കഥ ഫാസിസത്തിൻ്റെ ഉദയത്തിൻ്റെ കഥയാണ്. അവൻ്റെ ഭരണം ദേശീയതയുടെയും ശക്തിയുടെയും ആവേശത്തിൽ ശക്തമാക്കപ്പെട്ടു. എതിർപ്പിൻ്റെ ശബ്ദങ്ങൾ അടിച്ചമർത്തപ്പെട്ടു. മാധ്യമങ്ങൾ കീഴടങ്ങി. ഒരു ഏകകക്ഷി ഭരണം ഉയർന്നു വന്നു. പ്രചാരണത്തിൻ്റെ കരുത്തിൽ മുസോളിനി ജനങ്ങളെ ഒരു പുതിയ യുഗത്തിലേക്ക് നയിച്ചു. ആ നിമിഷം ലോകം ആദ്യമായി ഒരു ഫാസിസ്റ്റ് ഭരണത്തിന് സാക്ഷിയായി. ഒരു മനുഷ്യൻ, ഒരു ആശയം, ഒരു യുഗം. മുസോളിനിയുടെ ഫാസിസ്റ്റ് ഭരണം ചരിത്രത്തിൻ്റെ പുസ്തകങ്ങളിൽ ഇന്നും ഒരു കറുത്ത അധ്യായമായി നിലനിൽക്കുന്നു. പക്ഷേ കഥ അവിടെ തീർന്നില്ല. ജർമ്മനിയിൽ മറ്റൊരു തീനാളം ഉയർന്നു, അഡോൾഫ് ഹിറ്റ്ലർ. മുസോളിനിയുടെ ആശയമെടുത്ത് അവൻ അതിനെ കൂടുതൽ ഭയാനകമാക്കി. നാസിസം എന്ന പേര് നൽകി. ആര്യന്മാർ ലോകത്തിൻ്റെ അധിപന്മാരാണ്, ബാക്കി എല്ലാവരും അവരുടെ ശത്രുക്കളാണ് എന്നവൻ പ്രഖ്യാപിച്ചു. യഹൂദർ, കമ്മ്യൂണിസ്റ്റുകാർ, ഭിന്നശേഷിക്കാർ ആരും അവൻ്റെ ക്രൂരതയിൽ നിന്ന് രക്ഷപ്പെട്ടില്ല. എതിർപ്പുകൾ അടിച്ചമർത്തപ്പെട്ടു. ജൂതന്മാർ ലക്ഷ്യമിടപ്പെട്ടു. ഒരു ഭീകരഭരണം ഉയർന്നു വന്നു. പ്രചാരണത്തിൻ്റെ മായാജാലത്തിൽ അവൻ ജർമ്മനിയെ ഒരു ഹിറ്റ്ലറിൻ്റെ സാമ്രാജ്യമാക്കി മാറ്റി. പക്ഷേ ഈ സാമ്രാജ്യം നിലനിൽക്കാൻ വിധിക്കപ്പെട്ടിരുന്നില്ല. സ്റ്റാലിൻഗ്രാഡിലെ പരാജയവും സഖ്യകക്ഷികളുടെ മുന്നേറ്റവും ഹിറ്റ്ലറെ തളർത്തി. 1945 ബെർലിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ അവൻ്റെ സ്വപ്നങ്ങൾ തകർന്നു വീണു. 1945 ഏപ്രിൽ 30 ഒരു ഭീരുവിനെ പോലെ ബങ്കറിലൊളിച്ച് ഹിറ്റ്ലർ സ്വയം ജീവനൊടുക്കി. അവൻ്റെ നാസി ഭരണം 10,000-കണക്കിന് ജീവനുകൾ കവർന്നു. ചരിത്രത്തിൻ്റെ ഒരു രക്തക്കറിയായി മാറി. ഒരു മനുഷ്യൻ്റെ വിഭ്രാന്തി ലോകത്തെ മുറിവേൽപ്പിച്ച കഥ. ഇതിനിടയിൽ സ്പെയിനിൽ ഫ്രാൻസിസ്കോ ഫ്രാങ്കോ ഒരു ഫാസിസ്റ്റ് ഭരണം സ്ഥാപിച്ചു. ജപ്പാനിൽ സൈനിക തലവന്മാർ ഫാസിസ്റ്റ് ആശയങ്ങളോട് ചേർന്ന് ഒരു യുദ്ധസാമ്രാജ്യം സൃഷ്ടിച്ചു. ലോകത്തിൻ്റെ പല മൂലകളിലേക്ക് ഈ തീ പടർന്നു. പക്ഷേ എന്താണ് അവരെ ഒരുമിപ്പിച്ചത്? ഒരു ശക്തനായ നേതാവ്, തീവ്രമായ ദേശീയത, ഇല്ലാത്ത ശത്രുവിനെ സൃഷ്ടിക്കുകയും അതിനെ ഇല്ലാതാക്കാനുള്ള ദാഹവും. ഫാസിസ്റ്റുകൾ എങ്ങനെയാണ് ഭരിച്ചത്? ആദ്യം പ്രചാരണത്തിൻ്റെ മായാജാലം. മുസോളിനിയും ഹിറ്റ്ലറും റേഡിയോയും പത്രങ്ങളും സിനിമകളും ഉപയോഗിച്ച് ജനങ്ങളുടെ മനസ്സ് കീഴടക്കി. നിന്റെ രാജ്യം നിന്റെ ദൈവമാണ്, അതിനുവേണ്ടി ജീവൻ കൊടുക്കണം എന്നവർ മുദ്രാവാക്യം മുഴക്കി. കൂടെ ഭയത്തിൻ്റെ കൊടുങ്കാറ്റ്. എതിർപ്പ് പറഞ്ഞാൽ നിന്റെ ശബ്ദം എന്നേക്കുമായി മങ്ങും.
ജർമ്മനിയുടെ ഗെസ്റ്റപ്പോ എന്ന രഹസ്യ പോലീസ് രാത്രിയുടെ മറവിൽ ആളുകളെ തട്ടിക്കൊണ്ടുപോയി. ഇറ്റലിയിൽ മുസോളിനിയുടെ ഗുണ്ടകൾ തെരുവിൽ ഭീകരത വിതച്ചു. ലക്ഷക്കണക്കിന് ആളുകൾ ക്യാമ്പുകളിൽ അടക്കപ്പെട്ടു. അവിടെ അവരുടെ സ്വപ്നങ്ങൾ ചിതയിലിരിഞ്ഞു. കൂട്ടിന് സൈനിക ശക്തിയുടെ മധോന്മാദം. ഫാസിസ്റ്റുകൾക്ക് യുദ്ധമൊരു നൃത്തമാണ്. മുസോളിനി എത്തോപ്യയെ ആക്രമിച്ച് ഇറ്റലിയുടെ സാമ്രാജ്യം തിരിച്ചുപിടിക്കുന്നുവെന്ന് വീമ്പളക്കി. ഹിറ്റ്ലർ യൂറോപ്പിനെ മുഴുവൻ തൻ്റെ കാൽക്കീഴിൽ കണ്ടു. പോളണ്ട്, ഫ്രാൻസ്, റഷ്യ. അവൻ്റെ യുദ്ധവണ്ടി നിന്നില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നാം, ഇവർക്ക് ഒരു ദിവസം 24 മണിക്കൂർ പോലും പോരല്ലോ, എപ്പോഴും യുദ്ധവും പദ്ധതിയും. പക്ഷേ അതാണ് ഫാസിസത്തിൻ്റെ താളം. ഒരു നിമിഷം പോലും നിന്ന് ശ്വാസം വിടാൻ അവർക്ക് കഴിയില്ല. അവർ മറ്റൊരു ലോകത്താണ്. മാനസിക വിഭ്രാന്തിയുടെ ലോകത്താണോ എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ കുറ്റം പറയാൻ സാധിക്കില്ല. ഫാസിസം എങ്ങനെയാണ് ജനങ്ങളെ നിയന്ത്രിക്കുന്നത്? ഒന്നാമത്, അവരൊരു ശത്രുവിനെ സൃഷ്ടിക്കും. അതൊരു ജനതയാവാം, ഒരു മതമാവാം, ഒരു ആശയമാവാം. അവരെ നിരന്തരം കുറ്റപ്പെടുത്തി മനുഷ്യരുടെ മഴത്തിൽ ഒരു ശത്രുവിനെ സൃഷ്ടിക്കും. അവരെ നേരിടാൻ ജനങ്ങളെ ഒന്നിപ്പിക്കും. ഹിറ്റ്ലർ യഹൂദരെ ജർമ്മനിയുടെ ശാപമെന്ന് വിളിച്ചു. മുസോളിനി കമ്മ്യൂണിസ്റ്റുകളെ ഇറ്റലിയുടെ വിഷമെന്ന് മുദ്രകുത്തി. പിന്നെ എല്ലാം അവർ കൈയടക്കും. സ്കൂളുകളിൽ കുട്ടികൾക്ക് പഠിക്കാൻ ഒരു പാഠം മാത്രം: നിന്റെ നേതാവാണ് എല്ലാം. ചരിത്രം അവർ അവർക്ക് വേണ്ടി മാറ്റിയെഴുതും. അന്ന് വരെയുള്ള ശരികൾ തെറ്റാവും, അതുപോലെ തിരിച്ചും. പത്രങ്ങൾ അവരുടെ തൂലികയിൽ നിന്ന് മാത്രം എഴുതും. സിനിമകൾ അവരുടെ മഹത്വം മാത്രം പാടും. അല്ലാത്തവരെ അവർ തിരുത്തിക്കും. ഒരു ഫാസിസ്റ്റ് രാജ്യത്ത് സ്വാതന്ത്ര്യം എന്ന വാക്ക് ഒരു മരീചികയാണ്. അവിടെ നിനക്ക് ഒരു ജോലി മാത്രം: നേതാവിൻ്റെ കാലടിയിൽ ജീവിക്കുക, രാജ്യത്തിൻ്റെ തീയിൽ സ്വയം ഹോമിക്കുക. പക്ഷേ ഒരു ദിവസം ആ തീ കെട്ടടങ്ങും. ജനങ്ങൾ ഉണരും, ചോദിക്കും, നമ്മുടെ സ്വപ്നങ്ങൾ എവിടെ, നമ്മുടെ ജീവിതം എവിടെ? പ്രിയപ്പെട്ടവരെ, ഫാസിസം ഒരു ചരിത്ര പുസ്തകത്തിലെ അധ്യായം മാത്രമല്ല, അതൊരു മുന്നറിയിപ്പിൻ്റെ മണിനാദമാണ്. അത് നിങ്ങളെ മത്തുപിടിപ്പിക്കും. പക്ഷേ അതിൻ്റെ താളത്തിൽ ഭയവും അടിച്ചമർത്തലും മുഴങ്ങും. ഇന്ന് നമ്മൾ ജനാധിപത്യത്തിൻ്റെ നനുത്ത കാറ്റിൽ ജീവിക്കുന്നു. പക്ഷേ ഈ കഥ നമ്മൾ മറക്കരുത്. ചരിത്രം പാടുന്ന 100 കഥകളിൽ നമുക്ക് ഇതൊക്കെ കേൾക്കാൻ സാധിക്കും. നമുക്കത് വായിക്കാൻ സാധിക്കണം, തിരിച്ചറിയാൻ സാധിക്കണം. കാരണം നമുക്കും നമ്മുടെ വരും തലമുറയ്ക്കും വേണ്ടത് പുതിയൊരു നല്ല നാളെയാണ്. വീണ്ടും കാണാം.